ഇതിലും ഒരു പരീക്ഷയാണ്. 1ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞ് പാസ്സായാലേ 2 പോകുള്ളൂ. എന്ന കൂട്ടത്തില് നമുക്ക് നമുക്കിവിടെ വരാൻ പറ്റുമ്പോ നമ്മളെ ഏതിന് ഇമ്പോർട്ടന്റ് കൊടുത്തു നമ്മൾ തന്നെ. നമ്മളിവിടെ പരീക്ഷ നടത്തുന്നതും നമ്മളാണ്, മാർക്ക് ഇടുന്നതും നമ്മളാണ്, റിസൾട്ട് പുറപ്പെടുന്നതും നമ്മൾ തന്നെ. നമ്മളൊരു സത്സംഗത്തിന് പോകാൻ പറ്റില്ല, എവിടേക്ക് പോയി ഞാൻ ഏതിന് ഇമ്പോർട്ടന്റ് കൊടുത്തു, ക്വസ്റ്റ്യൻ റിസൾട്ട് എക്സാമിന് നമ്മുടെ ഉത്തരം നമ്മൾ തന്നെ എഴുതണം. ഞാൻ അതിന് പോയി, എന്തിനു പോയി, അതുകൊണ്ട് എന്ത് ഗുണം കിട്ടി? നമുക്ക് നാളെ ജീവിതത്തിന് സമാധാനത്തിന് തെളിച്ചത്തിന് ആത്മബോധം ഉദിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഒരു അറിവോ നമുക്ക് സാധനങ്ങൾ കിട്ടിയോ? ഏതായാലും അതിപ്പോ ഒരു ബുക്ക് കിട്ടി, അപ്പൊ അത് കിട്ടിയോ? ഇപ്പൊ ഏതാണ് ജയിക്കേണ്ടത്, ജയിക്കണോ തോൽക്കണോ എന്ന് മാർക്കിടേണ്ടത് നമ്മളാ. അപ്പൊ CR കൃഷ്ണനെ പറയും, നിങ്ങളെ ഓരോ സത്സംഗം നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പരീക്ഷയാണ്. നിങ്ങൾ തന്നെ അത് എഴുതി വിധികർത്താവ് നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുക. ശരിയല്ലേ? നമ്മൾ തന്നെ തീരുമാനിക്കുക. അപ്പോഴാണ് അതിന്റെ നമുക്ക് പരീക്ഷ എഴുതിയിട്ട് എന്തിനാ? ഉയർച്ചയ്ക്കാം. നമ്മൾ ആത്മീയമായി നമുക്ക് എത്രമാത്രം ഉയർച്ച സാധിച്ചിട്ടുണ്ട്, നമുക്ക് ക്ഷമ വന്നിട്ടുണ്ട്. ആരെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി ഇപ്പൊ അധികം പോകുമ്പോൾ ഒരാളെ നമ്മൾ നോക്കിയിരിക്കും, എപ്പോൾ നമ്മൾ പറയും അവന്റെ മൈൻഡ് ചെയ്യും അല്ലേ? പിന്നെ നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ പറയും, അവൻ എന്തുകൊണ്ട് എന്നോട് മിണ്ടിയില്ല, എന്തുകൊണ്ട് നോക്കിയില്ല, പല കാരണങ്ങളാണ്. നമ്മുടെ മനസ്സ് തന്നെ നമ്മൾ പിന്നെ എത്ര അയാൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അയാൾ അതിൽ പോകുമ്പോ നമ്മളിവിടെ നിൽക്കുന്ന കാര്യം അല്ലെങ്കിൽ വീട് നോക്കിയാൽ അയാൾ അതിൽ പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിൽ നോക്കിയപ്പോ എത്രമാത്രം ഓരോ ചിന്തകളും ഓരോ വിത്ത. ഒരു കഥയില്ലേ, അവസാനത്തെ മറന്നുപോയി, ഒരെണ്ണം ബാക്കിയുണ്ടായിരുന്നു, നമുക്ക് ഇരിക്കണേ ഒരു ആക്ഷൻ പറഞ്ഞപ്പോഴേ നീ എടുത്തു പറഞ്ഞു. കഥ നമ്മൾ ഓർമ്മയില്ല. കാരണം നമ്മുടെ ഉള്ളില് ഓരോ ചിന്തകളും ഓരോ വിത്ത. അത് നല്ലതായാൽ നല്ല ഫലം കിട്ടും, ചീത്തയായാൽ ചീത്ത ഫലം. എന്തെങ്കിലും ആ വിത്ത് മുളച്ച് നമുക്ക് അതൊരു പണിയായിട്ട് അതിന് ഉറപ്പാം. അപ്പൊ ഓരോ ചിന്തകളും ആലോചിക്കുക. നമ്മുടെ ഉള്ളിൽ ഒരു വിത്ത് നമ്മൾ ഇടുന്നുണ്ട്. ഒരാളെ നമ്മൾ ചീത്ത പറഞ്ഞാൽ ഒരു വിത്ത് ഇട്ടു, നമ്മളൊരാളെ ഏഷണി പറയിച്ചാൽ ഒരു വിത്ത് ഇട്ടു. അവരെന്ത് ചെയ്തു നോക്കണ്ട, നീ എന്ത് പറഞ്ഞു എന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇന്നത്തെ കാലത്ത് വീട്ടിലായാലും സൊസൈറ്റിയിലായാലും നാട്ടിലായാലും നമ്മൾ പ്രതീക്ഷയ്ക്ക് ആവില്ല ആൾക്കാർ. ഇന്ന് ഓരോരുത്തരും മൈൻഡ് ഓരോരോ നിമിഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ വാസനയ്ക്കനുസരിച്ച് ചിന്തകൾ മാറും, അവരുടെ വാക്കുകളും പ്രവൃത്തികളും മാറും. പക്ഷെ നമ്മൾ അതിനെ വശപ്പെടാതിരിക്കുക. നമ്മുടെ ഉള്ളിലെ ഒരു സ്ഥിതപ്രജ്ഞൻ. അതുകൊണ്ടാണ് ഗീതയിലെ 2ാമത്തെ അധ്യായം സ്ഥിതപ്രജ്ഞത്വം. നമ്മൾ ആ സ്ഥിതപ്രജ്ഞത്വം നമ്മുടെ ഉള്ളില്. അതുപോലെ തന്നെ നമ്മൾ പണ്ടത്തെ പോലെ പറഞ്ഞേ, ഇപ്പൊ ആർക്കും പറഞ്ഞു എനിക്ക് വയ്യാന്ന് പറഞ്ഞു, വരാൻ വയ്യാന്ന് പറഞ്ഞു. വയ്യ, എനിക്ക് വയ്ക്കും. അപ്പൊ എന്താ, നമ്മൾ ശരീരബോധത്തിനും വേണം. ഇനി എന്ത് വേണം? നമുക്ക് വൈക്കിങ് പോവുക, ഒരു ലേശം എണീക്കാൻ പറ്റുമോ പോയിരിക്കുക. പിന്നെന്തെന്നറിയോ, ഇനി നമുക്ക് നമ്മുടെ ശരീരം, ഏറ്റവും വലിയ ക്ഷേത്രം നമ്മുടെ ശരീരം തന്നെ. ഒരു പ്രായം കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് സൂക്ഷിക്കുക. ഇതിനെ ആരും എത്ര ആൾക്കാർ അപ്പുറത്തിരുന്ന് കരയില്ലേ, മക്കളായാലും പേരക്കുട്ടിയായാലും വന്ന് കിടന്നാൽ അയ്യോ അമ്മക്ക് വയ്യായ നമ്മളെ പറ്റി കരയാൻ തന്നെ കുറച്ച് വേദന കൊടുക്കാൻ പറ്റുമോ? ആ വേദന കുറച്ചെടുക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. നമ്മളെ തന്നെ അനുഭവിച്ചേ പറ്റും അല്ലേ? വല്ല മരുന്ന് തരും, കുത്തി തരും, ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ടിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ആരും ഉണ്ടാവില്ല. നമുക്ക് വലിയ നാമം ജപിക്കാനും പറ്റാത്ത സ്ഥലത്ത് കൊണ്ടുവിടും അല്ലേ? ഒരു മുസ്ലിം ആസ്പത്രി കൊണ്ടുപോയി അവർ നാമം ജപിക്കാൻ പറ്റും, ഉണ്ടാക്കിയാൽ മതി. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ എവിടെ ഇരുന്നാലും അവിടെ ഇരുന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഉള്ളിലേക്ക് അന്തർമുഖമാക്കി നമ്മുടെ ജീവനെ, വാസനകളെ, ചിന്തകളെ അന്തർമുഖമാക്കിയിട്ട് ഇരിക്കാൻ നമ്മൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങനെയുള്ള ജീവിതം നമുക്ക് സുഖം. ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ലോകത്തിൽ. നമ്മൾ എവിടെ പോയിരുന്ന നമ്മളെ കുറ്റം പറയുക, ഏറ്റവും വീട്ടിലും ഒക്കെ നമുക്ക് ആകെ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന ഒരു കാലം. അതിൽ നിന്നൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മൾ ചിന്തിച്ചിരിക്കുക. ഇപ്പൊ ഈ രാമായണം എന്ന് പറഞ്ഞാൽ രാമന്റെ അയനം, രാമന്റെ യാത്ര. അയോധ്യയിൽ നിന്ന് ലങ്കയ്ക്ക് പോയ യാത്രയില്ല. രാമായണം പറഞ്ഞാൽ രാമന്റെ അയനം. അത് നമ്മൾ രാമായണത്തെ എടുക്കാച്ചാൽ ഒരു ബുക്ക് കൂടെ ഇല്ല. നമ്മുടെ ഉള്ളില് രാമായണം നടക്കണം. ഒരു തീർത്ഥയാത്ര. എന്താ ജീവിതം? ശരീരത്തിൽ മനസ്സ് നടത്തുന്ന ഒരു തീർത്ഥയാത്രയാണ് ജീവിതം. ശരീരത്തിൽ മനസ്സിന്റെ ഒരു തീർത്ഥയാത്രയാവണം ജീവിതം. അത് ദുർഘടയാവാം, മറ്റുള്ള യാത്രയാവരുത്. അതിനെ തീർത്ഥയാത്രയാക്കണം. എന്താ ഈ തീർത്ഥയാത്ര?
നമുക്ക് എപ്പോഴും ചില വാക്കുകൾ പണ്ടുള്ളവർ പറഞ്ഞു. തീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ തീർത്ഥം അല്ലേ? അമ്പലത്തിൽ കിട്ടുന്ന തീർത്ഥം. തീർത്ഥം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്നത് എന്നാണ് തീർത്ഥത്തിന്റെ അർത്ഥം. ശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോ തീർത്ഥം കുടിക്കും. തീർത്ഥം കുടിക്കാൻ മന്ത്രം അറിയോ? അകാലമൃത്യാരണം സർവഭാവനാശനം ഭവഭയകാരം സർവലോകൈക ഇതാർത്ഥം എന്ന് പറഞ്ഞത് കുടിക്കും. അതിനൊരു അർത്ഥമുണ്ടത്. അകാലമൃത്യാരണം സർവഭാവനാശനം സർവഭയകരം സർവലോകൈക ഇതാർത്ഥം എന്നുള്ള തീർത്ഥം കുടിക്കുക. അപ്പൊ ആ തീർത്ഥം കുടിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു തീർത്ഥമാണ്. വെള്ളം കുടിക്കാതെ മുതലായി പോകും. പക്ഷെ അതല്ല, അതിന്റെ ശുദ്ധീകരണം നമ്മുടെ ചിന്തകളിലാണ്. നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുന്നതാണ് ആ തീർത്ഥം. ചിന്തകളെ ശുദ്ധീകരിക്കാൻ തീർത്ഥയാത്ര, നമ്മളിപ്പോ എങ്ങനെ കുളിക്കലോ തീർത്ഥയാത്ര, നാലമ്പലം തീർത്ഥയാത്ര ആവണമെങ്കിൽ ഇന്നിപ്പോ ബസ്സിൽ പോയിട്ട് അവർ പറയും 1 മണിക്കൂറിനുള്ളിൽ തൊഴുത് വരട്ടോ, പിന്നത്തെ യാത്ര നല്ല തീർത്ഥയാത്രയല്ലേ. നമ്മൾ അവിടെ പോയിട്ട് ഇപ്പൊ ശ്രീരാമന്റെ അമ്പലത്തിൽ പോയ ശ്രീരാമ തത്വം നമ്മുടെ ഉള്ളില് കുതിക്കാൻ അതൊക്കെ പോയിട്ട് അവിടെ കിട്ടുമോ? ഒരാൾ പോയി കണ്ടു, ഞാനും കണ്ടു പറയും. വെറുതെയുള്ള ഒരു യാത്രയാണ്. അതിന്റെ ഒരു സുഖം ഒരിക്കലും പോകണം. ഒരിക്കലും എല്ലാ ദിക്കിലും പോയി നമ്മൾ കാണണം. പിന്നെ നമ്മുടെ തീർത്ഥയാത്ര നമ്മൾ മനസ്സിലാവണം വേണ്ടേ? ഇപ്പൊ രാമായണം ഒരു തീർത്ഥയാത്രയാണ്. രാമന്റെ ഈ ഇന്നലെ അടുത്ത് ഒരാൾ പറയുന്നു, നല്ല അറിവുള്ള മനുഷ്യനാണ്. പക്ഷെ പുള്ളി പറഞ്ഞത് രണ്ട് വ്യത്യാസമുണ്ട്. വാൽമീകി രാമായണം നമ്മുടെ തുഞ്ചത്തിന്റെ അധ്യാത്മ രാമായണം ഒരു വ്യത്യാസമുണ്ട്. വാൽമീകി രാമായണം 24 ശ്ലോകം, 24,000 ശ്ലോകവും 32,000 യോഗവാസിഷ്ടങ്ങളും ചേർന്ന രാമായണം. സാധാരണ രാമന്റെ യാത്ര 24,000 ശ്ലോകത്തിലുള്ള ജനനം മുതൽക്ക് ഉത്തരാഖണ്ഡ് തൊട്ട് കംപ്ലീറ്റ് ആയിട്ട് 24,000. അതിനകത്ത് 32,000 ശ്ലോകത്തിന്റെ യോഗ